ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടുത്ത ചൂടിനും അതുപോലെ തന്നെ നോമ്പ് കാലത്തും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് തിളപ്പിക്കാൻ വെക്കുന്നതിന് മുന്നേ തന്നെ വേറൊരു ബൗളിലേക്ക് 3 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ആ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള പാല് ഇത് ചൂടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ചൂടുള്ള പാല് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ട കെട്ടിയും കൊണ്ടിരിക്കും, കറക്റ്റായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ എടുത്ത് എല്ലാം തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. അതേപോലെ തന്നെ നോമ്പ് ടൈമിൽ ഇതേപോലത്തെ ഫസ്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. ഇത് ഓൾറെഡി കസ്റ്റാർഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അത് കസ്റ്റാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലവർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കസ്റ്റാർഡിന് പകരമായിട്ട് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കസ്റ്റാർഡിന് വേണ്ട പൈസ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. തിളപ്പിക്കാൻ വെച്ച പാലിൻ്റെ സൈഡിലൊക്കെ ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിൽസ് വേൾഡ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കസ്റ്റാർഡ് റെസിപ്പിയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് കളറും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമില്ല തോന്നുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കരുത്, അപ്പോഴേക്കും നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ടാവും. പിന്നെ അത് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ തണുക്കുന്നതിന് മുന്നേ തന്നെ അത് വേറൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ബൗളിൽ തന്നെ ഇരുന്നിട്ട് അത് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ വീണ്ടും അത് ചോദിച്ച് വാങ്ങും, ഇനിയും വേണമെന്ന് പറയും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ സാധാരണയായിട്ട് പാൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ആ പാല് വെച്ചിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാനിത് കാണിക്കുന്നത്. ഈ മിക്സ് തണുത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ അതിലേക്കുള്ള ഫ്രൂട്ട്സ് റെഡിയാക്കി എടുക്കാം. 2 തരത്തിലുള്ള മുന്തിരി, അതേപോലെ തന്നെ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ചെറി, ആപ്പിള് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഏത് തരം ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ തരം ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും വെറും പഴം മാത്രമാണെങ്കിലും നമുക്ക് അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ എടുത്തൊരു പാത്രം ചെറുതായി പോയി, അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ച് വലുപ്പമുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഈ തരം ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ കസ്റ്റാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് കസ്റ്റാർഡ് ഫ്രൂട്ട് റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് കോൺഫ്ലവറും അതേപോലെ തന്നെ പാലും എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നട്ട്സും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത ടൈമിൽ അതേപോലെ തന്നെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടും കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് ഇട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സിനാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഗസ്റ്റിനാണെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മുടെ സാധാരണ വീട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.